MSFിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും മതേതര ചിന്ത എന്താണെന്ന് ഈ പ്രതികരണം ഒന്ന് കേട്ടെ. കാര്യങ്ങൾ എന്തായാലും തുടങ്ങി വെച്ച സ്ഥിതിക്ക് സംഘി ചാപ്പകുത്താൻ വേണ്ടി മൗദൂദികളെയെല്ലാം കളത്തിലിറക്കിയിരിക്കുന്ന അവസ്ഥയിൽ ഇനി നെല്ലും പതിരും തിരിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ എന്താണ് മുസ്ലിം ലീഗിൻ്റെയും MSFിൻ്റെയും മതേതര ബോധം എന്നതിനെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് വെച്ച് തന്നെ ഷാജി വിശദമാക്കി തരും. കാര്യം നമ്മൾ പറയുമ്പോഴാണല്ലോ അത് തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നത്. നിങ്ങൾ ക്യാമ്പസുകളിൽ ഉള്ള വികാരം പാർട്ടിയോട് പറയാനുള്ളവർ കൂടിയാണ്. പാർട്ടിയുടെ ഒരു താല്പര്യം ഉണ്ടല്ലോ, MSF എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ ഒരു പൊതു താല്പര്യം എന്താണ്? ആ പൊതു താല്പര്യം വളരെ കൃത്യമാണ്, വ്യക്തമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിശയോക്തിയൊന്നുമില്ല. ഇത് മുസ്ലിം ലീഗാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കാനേഷുമാരി മുസ്ലിമിന് എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയമായ ഭരണഘടന അനുവദിച്ച ഒരു കൂട്ടമാണിത്. അതുകൊണ്ട് പ്രഥമമായ ഘടന മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന നിലക്ക് മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക തന്നെയാണ്. അതിനാർക്കെങ്കിലും അത് മുസ്ലിങ്ങളത് മാത്രമെന്ന് ചോദിച്ചാൽ പിന്നെ മുസ്ലിം ലീഗ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് കയറിയിട്ട് ആവശ്യമില്ലാത്ത ഡിപ്ലോമസി ഒന്നും ആരും കാണിക്കരുതെന്നാണ്. പൊടി ഇത് പിടിക്കുന്നുണ്ടെങ്കിൽ നട്ടല് നിവർത്തി ചോദിക്കാനുള്ള ധൈര്യം കൂടെ ഉണ്ടാവണം. പിന്നെ ഡിപ്ലോമസി ഉണ്ടാവണം. സുഖമായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈസി ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ പറയുക, ഞങ്ങള് MSF അല്ലാതാവുക എന്റെ പ്രശ്നമില്ലല്ലോ. MSF ആണെങ്കിൽ ആ ചളിപ്പൊന്നും പാടില്ല. കേട്ടല്ലോ, വ്യക്തമാണ്, സ്പഷ്ടമാണ്. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ ജനാധിപത്യ ബോധവും മതേതരത്വ ബോധവും. എന്താണ് ഈ നാട്ടിൽ സംഘപരിവാർ സർക്കാർ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരു മുസ്ലിം നാമധാരിയെപ്പോലും അവർ മന്ത്രിസഭയിലേക്ക് എടുത്തിട്ടില്ല. എന്താണ് അവരുടെ പ്രശ്നം? അത് അവരുടെ പ്രശ്നം ഹിന്ദുവാണ്, ഹിന്ദുക്കളുടെ കാര്യങ്ങൾ തീർക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ മുസ്ലിം ലീഗിന് അത് മുസ്ലിങ്ങളുടെ കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും മതേതരത്വം എന്ന വാക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഉച്ചരിക്കാനുള്ള യോഗ്യതയുണ്ടോ? ഭരണഘടന ഓരോ മതത്തിനും ഓരോ രീതിയിൽ സംഘടിച്ച് നിന്ന് അവരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ചിലർ കരുതുന്നുണ്ട്. അതിൻ്റെ തെളിവ് കൂടിയാണിത്. ഇങ്ങനെ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കാനുള്ള ഒരു സംഘടന, അവരാണ് ക്യാമ്പസുകളിൽ മതേതരത്വം നടപ്പിലാക്കും, മതേതരത്വം മുറുകെ പിടിക്കുമെന്നൊക്കെ നമ്മൾ ചില നിഷ്കളങ്കർ സ്വപ്നം കാണുന്നത്. ഈ ലീഗിനാണ് മതേതരത്വ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ചില നേതാക്കന്മാരും തയ്യാറാകുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം മുസ്ലിം പാർട്ടിക്കാർക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. മുസ്ലിം മതം പറഞ്ഞ് അത് വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയും മൗദൂദികളും സുഡാപ്പികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തീവ്രത അളക്കാനുള്ള മെഷീനില്ല. ഒരു സിനിമയിൽ പറയും പോലെ ബോത്ത് ആർ മാത്തമാറ്റിക്സ്, എല്ലാം ഒന്നുപോലെ തന്നെ. പിന്നെ ഞങ്ങൾ തീവ്രത കുറവാണ്, അവർക്ക് തീവ്രത കൂടുതലാണെന്ന് പറയുന്നത് പോലെ, സംഘികളിൽ ചില സംഘികൾ പറയുന്ന പോലെ, ഞാൻ സംഘിയാണെങ്കിലും എനിക്ക് വലിയ തീവ്ര നിലപാടൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ മുസ്ലിം ലീഗിനുള്ള അവസ്ഥയും സമാനമാണെന്ന് തെളിയിക്കുന്നതാണ് PK ഷാജിയുടെ പ്രതികരണം.